പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രേയർ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ പറയുന്നു. ഈ സംവിധാനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിപ്പാൻ അവസരമാകേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വിഷയങ്ങൾ ഓരോന്നായി ചിന്തിപ്പാനും അത് മനസ്സിലാക്കുവാനും വചനപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ അധികം പ്രയോജനമായി തീരുവാനും ഇടയാകേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. സാധാരണയായി വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായി ആമേൻ ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ കേൾക്കാം. അത് പഠിക്കുവാൻ പാടുവാൻ കഴിയുന്നവർ അതിനുവേണ്ടി അവസരങ്ങൾ കണ്ടെത്തുന്നത് അനുഗ്രഹകരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം. ആമേൻ. ഹല്ലേലൂയ. ആത്മീയ ജീവന് ആധാരമാണീ പരമപ്രധാനമാം ജീവന്റെ വചനം ദൈനംദിനം ധ്യാനിക്കാം. ദൈവം സംസാരിക്കുവാൻ. ആത്മീയ ജീവന് ആധാരമായ ദൈവത്തിൻ്റെ വചനം അത് വളരെ പരമപ്രധാനമായ ജീവന്റെ വചനമാകുന്നു. ദൈനംദിനം ധ്യാനിക്കുമ്പോൾ ആമേൻ ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും ദൈവത്തിൻ ന്യായപ്രമാണം. രാപ്പകൽ ധ്യാനിച്ചനുഗ്രഹം പ്രാപിപ്പാൻ ഭാഗ്യം ലഭിക്കും ഗുപ്തനിധിയം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഭാഗ്യവാന്മാർ ആമേൻ ഭാഗ്യം ലഭിക്കും. അതൊരു ഗുപ്തനിധിയായി ദൈനംദിനം ധ്യാനിക്കാം ആ ദൈവവചനത്തെ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ആമേൻ. അത് നമ്മുടെ ആത്മീയ ജീവനെ അധികമായി പരിപോഷിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഖിലാണ്ട സൃഷ്ടാവും രാജാതിരാജാവും കർത്താതി കർത്താവിൻ കൽപ്പനയാണിതു പാലിച്ച അനുഗ്രഹം പ്രാപിക്കാം. നിന്റെ ശാപം അകറ്റും വചനം ദൈനംദിനം ധ്യാനിക്കാം. ദൈവം സംസാരിക്കുവാൻ. അഖിലാണ്ട സൃഷ്ടാവും രാജാതിരാജാവും കർത്താതി കർത്താവിൻ കൽപ്പനയാണിത് പാലിച്ചനുഗ്രഹം പ്രാപിക്കാം. നിന്റെ ശാപം അകറ്റും വചനം ദൈനംദിനം ധ്യാനിക്കാം. ദൈവം സംസാരിക്കുവാൻ. ആമേൻ. സ്തോത്രം. അഖിലാണ്ട സൃഷ്ടാവും രാജാതിരാജാവും കർത്താതി കർത്താവുമായവന്റെ കൽപ്പനയാണ് ദൈവവചനം. അത് പാലിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ. ആമീൻ. അത് നിന്റെ ശാപം അകറ്റുവാൻ. ആമീൻ. അത് ദൈനംദിനം ധ്യാനിക്കുമ്പോൾ സ്തോത്രം ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് ദൈവം സംസാരിപ്പാൻ ഇടയാകേണ്ടതിന് ഹല്ലേലൂയ. ആത്മീക ജീവനും ആധാരമാണി പരമപ്രധാനമാം ജീവന്റെ വചനം ദൈനംദിനം ധ്യാനിക്കാം. ദൈവം സംസാരിക്കുവാൻ. ദൈനംദിനം ധ്യാനിക്കാം. ദൈവം സംസാരിക്കുവാൻ. ഇനിയും ചില അടികൾ കൂടെ ഉണ്ട്. അത് പിന്നാലെ പാടിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നാം ഇനി ചിന്തിപ്പാൻ പോകുന്നത് ഹല്ലേലൂയ ഏവർക്കും അനുഗ്രഹകരമായി വചനപ്രകാരമുള്ള നിശ്ചയമായും ആഴത്തിലുള്ള ജ്ഞാനം ഗ്രഹിപ്പാനും സ്തോത്രം വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉതകേണ്ടതിന് ആമീൻ. വേദപുസ്തക അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ. വേദപുസ്തക അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ എന്ന ഒരു വിഷയം തുടർമാനമായി സ്തോത്രം ഹല്ലേലൂയ. അത് ഇളയവനാകുന്ന അടിയന്റെ ഗാനങ്ങളും അതുപോലെ
ദൈവിക ആശയങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും വിശ്വാസ പ്രമാണങ്ങളും അത് നമുക്ക് പഠിപ്പാൻ ഇടയാകണം. നിങ്ങളോടൊപ്പം ഞാനും പഠിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ എന്ന പേരിൽ ആമേൻ കുറെ വിശ്വാസ പ്രമാണങ്ങൾ ബൈബിളിൽ അക്കമിട്ട് നിരത്തിയിട്ടില്ല എന്ന് ആമേൻ ആദ്യമായി തന്നെ വ്യക്തമാക്കിക്കൊള്ളട്ടെ. ആമേൻ. ഓരോ ക്രൈസ്തവ പ്രസ്ഥാനത്തിനും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാകാം. അത് മാത്രമാണ് ശരിയെന്നവർ അവകാശപ്പെട്ടെന്നും വരാം. പക്ഷേ നമ്മിൽ പൊരുത്തപ്പെടാത്ത ഈ വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഒന്നുപോലെ ശരിയാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രക്ഷയ്ക്ക് ആധാരമാകുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടെങ്കിലും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ വിധത്തിലുള്ള 21 വിഷയങ്ങൾ താഴെ കൊടുക്കുന്നു. ഇന്ത്യയിൽ പെന്തക്കോസ്ത് ദൈവസഭയുടെ ബൈലോയിൽ കാണുന്ന വിശ്വാസ പ്രമാണങ്ങളാണ് മാതൃകയായി സ്വീകരിക്കുന്നത്. ആമീൻ. സ്തോത്രം. ആമീൻ. അതിൽ 1, ബൈബിൾ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിൾ ദൈവ നിശ്വാസീയമായ ആമേൻ തിരുവെഴുത്തുകളാണ്. പകർത്തി എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ, തർജ്ജിമയിലും അച്ചടിയിലും മറ്റും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തുടങ്ങിയവ ഒഴികെ ഒരു വിധത്തിലുമുള്ള തെറ്റ് ബൈബിളിനില്ല. ബൈബിൾ മാത്രമാണ് ദൈവനിശ്വാസ്യമായ ഗ്രന്ഥം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി ദൈവം നിത്യനായ ഏക സത്യ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തിത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമതായി മനുഷ്യൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചത് മൂലം പാപിയായി തീർന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് മാത്രമേ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാലാമതായി മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തോടും യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലുള്ള വിശ്വാസത്തോടും കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാൻ കഴിയൂ. സ്തോത്രം. 5, നീതീകരണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നീതീകരണം സാധിക്കൂ. പുണ്യപ്രവൃത്തികളാൽ നീതീകരണം സാധ്യമാകുന്നതല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 6, വീണ്ടും ജനനം. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയൂ. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും വീണ്ടും ജനിക്കാതെ നിത്യജീവൻ ലഭിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7, വിശ്വാസ സ്നാനം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ യേശുവിനോട് ചേരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8, വേർപാട്. വിശ്വാസി പാവങ്ങളിൽ നിന്നും പാപികളിൽ നിന്നും ദുരുപദേശങ്ങളിൽ നിന്നും ദൈവവചന വിരുദ്ധമായ ആരാധനകളിൽ നിന്നും വേർപെടണം. എല്ലാ വിധത്തിലുള്ള ഇണയില്ലാപ്പിണകളും അവിശുദ്ധ കൂട്ടായ്മകളും ഒഴിവാക്കേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. 9, തിരുവത്താഴം. കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം തിരുവത്താഴം നടത്തേണ്ടതാണ്. ഇത് കർത്താവ് വരുവോളം അവന്റെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതാണ്. എന്നാൽ കർത്താവ് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് മറ്റുള്ളവരുടെ പാദം കഴുകുന്നത്
അനുകരണീയമായ മാതൃകയാണെങ്കിലും ഇത് തിരുവത്താഴം പോലെ നിർബന്ധമായും ചെയ്യേണ്ടതല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 പരിശുദ്ധാത്മ സ്നാനം. വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ തൽക്ഷണം പ്രത്യക്ഷമാകുന്ന അടയാളമാണിത്. ഈ അന്യഭാഷാ ഭാഷണം സാരത്തിൽ ഒന്നാണെങ്കിലും ഉപയോഗത്തിലും പ്രയോഗത്തിലും ഭാഷാവരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ കൃപാവരങ്ങളും ഇക്കാലത്തും നിലനിൽക്കുന്നു. ഇവ നീക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 11 ദൈവിക രോഗശാന്തി. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാൽ രോഗശാന്തി ഉണ്ടാകും. എന്നാൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് പാപമായോ അവിശ്വാസമായോ പരിഗണിക്കേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12 ശുദ്ധീകരണം. വിശ്വാസി യേശുക്രിസ്തുവിന്റെ രക്തത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 13 ദൈവസഭ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ സമൂഹമാണ് ദൈവസഭ. സഭയുടെ വിശ്വാസാചാരങ്ങൾ പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾക്ക് അനുസൃതമായിരിക്കണം. പഴയ നിയമത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല. വിശ്വാസികളുടെ പ്രാദേശിക കൂട്ടായ്മയായ പ്രാദേശിക സഭ എല്ലാ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ആഗമന സഭ എന്നിവ മാത്രമേ ദൈവിക പദ്ധതിയിൽ ഉള്ളൂ. സഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ ദൈവികമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14 ശുശ്രൂഷ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അധ്യാപകൻ എന്നിവരാണ് ദൈവസഭയിലെ പ്രധാന ശുശ്രൂഷകർ. ദൈവം തൻ്റെ ജനത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ ശുശ്രൂഷകരുടെ പ്രധാന ദൗത്യം. ഓരോ പ്രാദേശിക സഭയിലും ഒരു അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടായിരിക്കണം. ഈ അധ്യക്ഷന്റെ കീഴിൽ ശുശ്രൂഷകന്മാരും ശുശ്രൂഷകാരികളും വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 15 ഓർഡിനേഷൻ. ശുശ്രൂഷകൾക്കായി ദൈവം വിളിച്ചവരെ സഭ അംഗീകരിക്കുന്ന ശുശ്രൂഷയാണ് ഓർഡിനേഷൻ. പ്രാദേശിക സഭയിലെ മൂപ്പന്മാർ ചേർന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ഓർഡിനേഷൻ നൽകേണ്ടതാണ്. സംഘടനയുടെ നേതാവിന്റെ കൈവയ്പിനാൽ ഒരുവിധത്തിലുള്ള ആത്മീയ നന്മയും ഉണ്ടാകുന്നില്ല. ഇത് ഓർഡിനേഷനുമല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16 സുവിശേഷവേല. ആമേൻ. സുവിശേഷവേല എന്നത് എല്ലാ വിശ്വാസികളുടെയും കർത്തവ്യമാണ്. പ്രൈസ് ദി ലോർഡ്. 17 ക്രിസ്തുവിന്റെ മടങ്ങിവരവ്. യേശു ക്രിസ്തു തന്റെ ജനത്തെ ചേർക്കാനായി മടങ്ങിവരും. രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവ് മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹോദ്രവകാലം. സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷമുള്ള 7 വർഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു ഭരണം നടത്തും. മഹോദ്രവകാലം എന്ന് ഈ 7 വർഷങ്ങളെ വിളിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 19 സഹസ്രാബ്ദം. 7 വർഷത്തെ ഭരണം എതിർ ക്രിസ്തു പൂർത്തിയാക്കുമ്പോൾ അവനെ കർത്താവായ യേശു ക്രിസ്തു തോൽപ്പിക്കുകയും 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണം ആരംഭിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 20 അന്ത്യന്യായവിധി. ഹല്ലേലൂയ. സഹസ്രാബ്ദത്തിന് ശേഷം അന്ത്യന്യായവിധി നടക്കും. വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ വെച്ച് എല്ലാ പാപികളും ന്യായം വിധിക്കപ്പെടും. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ പാപികൾ നിത്യത ചെലവഴിക്കേണ്ടതായി വരും. ഇത് 2ാം മരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഇതേ ശിക്ഷ തന്നെയാണ്
ലഭിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 21 നിത്യത. പ്രൈസ് ദി ലോർഡ്. അന്ത്യന്യായവിധിക്ക് ശേഷം പുതിയ യെരൂശലേം എന്ന നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോടുകൂടി ഈ നഗരത്തിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ 21 അടിസ്ഥാന വേദ ഉപദേശ പ്രമാണങ്ങളാണ് ഇവിടെ പ്രസ്താവിച്ചത്. അത് ഒന്നൊന്നായി മനസ്സിലാക്കി അതിൻ പ്രകാരം സ്തോത്രം കാര്യങ്ങൾ ചെയ്യുവാൻ, മനസ്സിലാക്കുവാൻ, അറിയുവാൻ, ആത്മീയ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് ഈ അറിവുകൾ പ്രാപിപ്പാൻ കഴിയുന്നത്. ദൈവം അതിനായി എവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നേരുള്ളതാണിതു, തികവുള്ളതാണ്, വിശ്വാസ്യമാകുന്ന സത്യവചനം, കൽപ്പിച്ചയച്ചതു സാധിച്ചെടുക്കുവാൻ അതിവേഗമോടും വചനം. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ആത്മീക ജീവനും ആധാരമാണി പരമപ്രധാനമാം ജീവന്റെ വചനം. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. രക്ഷയ്ക്കു ജ്ഞാനപ്രബോധനം നൽകി ശുദ്ധീകരിക്കുന്ന ജീവന്റെ വചനം ഇന്നും എന്നേക്കും പ്രവർത്തിക്കും നിന്റെ പാതയ്ക്കു പ്രകാശമായി. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ആത്മീക ജീവനും ആധാരമാണി പരമപ്രധാനമാം ജീവന്റെ വചനം. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമാക്കും നിന്നെ, സ്വതന്ത്രനാക്കും, ഹൃദയത്തിൽ ആനന്ദം സന്തോഷം നൽകും, വീണ്ടും ജനിപ്പിക്കും, പുതുജീവൻ നൽകും, ആത്മാവിൽ ആരാധിപ്പാൻ. സൗഖ്യമാക്കും നിന്നെ, സ്വതന്ത്രനാക്കും, ഹൃദയത്തിൽ ആനന്ദം സന്തോഷം നൽകും, വീണ്ടും ജനിപ്പിക്കും, പുതുജീവൻ നൽകും, ആത്മാവിൽ ആരാധിപ്പാൻ. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ആത്മീക ജീവനു ആധാരമാണി പരമപ്രധാനമാം ജീവന്റെ വചനം. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. ദൈനംദിനം ധ്യാനിക്കാം, ദൈവം സംസാരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി സ്തോത്രം ദൈവവചനത്തിൽ കൂടെയുള്ള ആ പ്രബോധനമായും ദൈവകൽപ്പനയായും ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഇടപെടലായും തുടർന്നുള്ള ദിവസങ്ങൾ അതൊക്കെ ഉപകാരമായി വരുവാൻ ഏവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ഏവർക്കായും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, വചനം ഞങ്ങൾക്ക് തന്ന് വേദപുസ്തകം ആമീൻ 66 പുസ്തകങ്ങളായി ദൈവമേ സ്തോത്രം, പുതിയ നിയമത്തെ പഴയ നിയമത്തെ ഒന്നാക്കി ഒരു വേദപുസ്തകമായി ഞങ്ങൾക്ക് തന്ന് അതിലെ അടിസ്ഥാന വേദ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് ഇന്ന് ഞങ്ങൾക്കിടയാക്കി. ഇത് കേട്ട എല്ലാവരെയും ആളാം പ്രതിയായി അനുഗ്രഹിക്കണമേ.
യഥോചിതം കാര്യങ്ങളെ ഗ്രഹിപ്പാനും കർത്താവെ സ്തോത്രം ആഴത്തിൽ ദൈവവചനം മനസ്സിലാക്കി ഒരു ആത്മീയ ജീവിതം, ഒരു നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ഒരുങ്ങുവാനും എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സകല മഹത്വവും കർത്താവിന് തരുന്നു. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.